ഫെബ്രുവരി 18 വിശുദ്ധ ശെമയോൻ രക്തസാക്ഷി. ജെറുസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് AD 62 വധിക്കപ്പെട്ടുവെന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഇവിടെ പ്രതിപാദിക്കുന്ന ശെമയോൻ. അദ്ദേഹം വിശുദ്ധ യോസേപ്പിൻ്റെ സഹോദരനായ ക്ലെയോഫാസിൻ്റെയും മറിയയുടെയും മകനാണ്. ചെറിയ യാക്കോബിൻ്റെയും യൂദായുടെയും അനുജനാണ് ശെമയോനെന്നും സ്വസഹോദരനായ യാക്കോബിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നുവെന്നും കരുതപ്പെടുന്നു. വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രക്തസാക്ഷിത്വത്തിനു ശേഷം റോമാക്കാർ ഉടനെ ജെറുസലേം ആക്രമിക്കുമെന്നും അതിനാൽ എല്ലാവരും പലായനം ചെയ്യണമെന്നും ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു വെളിപാടുണ്ടായി. ബിഷപ്പ് ശെമയോൻ തൻ്റെ ജനങ്ങളെ ജോർദാൻ കടത്തി പെല്ല എന്ന നഗരത്തിൽ താമസിപ്പിച്ചു. വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ജെറുസലേം ആക്രമണത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ശെമയോൻ്റെ നേതൃത്വത്തിൽ തന്നെ ജെറുസലേമിലേക്ക് മടങ്ങി. അഡ്രിയൻ ചക്രവർത്തിയുടെ ആക്രമണകാലത്തും അനേകം യഹൂദർ ക്രിസ്തുമതം ആശ്ലേഷിച്ചു. ഇത് ശെമയോൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിലും 2 പാഷണ്ഡതകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭേദിച്ചു. ക്രിസ്തു യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും സ്വാഭാവിക പുത്രനാണെന്ന് നസ്രീൻകാർ വിശ്വസിച്ചു. എബിയോൺ എന്ന വേറൊരു പാഷണ്ഡി നസ്രീൻ അബദ്ധങ്ങൾക്ക് പുറമെ വിവാഹമോചനം അനുവദനീയമാണെന്നും വാദിച്ചു. കുറേ അന്ധവിശ്വാസങ്ങളും അയാൾ ആശ്ലേഷിച്ചു. അങ്ങനെയാണ് എബിയണൈറ്റ് പാഷണ്ഡത ആവിർഭവിച്ചത്. ശെമയോൻ്റെ കാലത്ത് ഈ പാഷണ്ഡതകൾ ശക്തിപ്പെട്ടില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അവ നാരകീയ രോഷത്തോടെ സഭയെ എതിർത്തു. വെസ്പേഷ്യൻ ചക്രവർത്തിയും ഡൊമിനീഷ്യൻ ചക്രവർത്തിയും ദാവീദിൻ്റെ വംശം മുഴുവനെയും കൊന്നൊടുക്കണമെന്ന് ആജ്ഞാപിച്ചിരുന്നു. യഹൂദന്മാർ തക്കം നോക്കി ശെമയോൻ ദാവീദിൻ്റെ വംശജനാണെന്നും ഒരു ക്രൈസ്തവനാണെന്നും റോമൻ ഗവർണർ അറ്റിക്കൂസിനെ അറിയിച്ചു. അദ്ദേഹം ശെമയോനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുകയും ചെയ്തു. പതിവുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം ശെമയോൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. 43 വർഷം ശെമയോൻ ജെറുസലേം മെത്രാനായിരുന്നു.